ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊട്ടെ, ഇത് ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വാഹന ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പെടുന്നതാണ്. നിങ്ങൾക്ക് അസമയത്തുള്ള വാഹന ഉപയോഗവും പാടെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിച്ചില്ല എങ്കിൽ പലവിധ വിപത്തുകളും നിങ്ങൾക്ക് വന്നുപെടുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ട 3, 9, 17, 19, 30 എന്നീ തീയതികൾ ശുഭസൂചകമായിട്ട് കാണുന്നില്ല. ശുഭ കാര്യങ്ങളൊന്നും ഈ സമയങ്ങളിൽ ചെയ്യരുത്. നിങ്ങൾ അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒന്ന് ഉപേക്ഷിക്കേണ്ടതാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നതാണ്. ആർക്കും വാക്ക് കൊടുക്കുമ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ട് മാത്രം വാഗ്ദാനങ്ങൾ നൽകുക. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നത് ഈ സമയത്ത് ഗുണകരമല്ല. പ്രയത്നങ്ങൾക്കൊക്കെ അന്തിമ നിമിഷങ്ങളിൽ ഫലം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ റിസൾട്ട് തീർച്ചയായിട്ടും അവസാന സമയമാകുമ്പോൾ കിട്ടും. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. ആയത് വിപത്തായിട്ട് മാറും. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫെക്റ്റ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കൃത്യതയോടുകൂടി അവരത് ചെയ്യണമെന്നില്ല. സ്വജനങ്ങളുടെ സഹായം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങൾക്ക് ചില്ലറ സഹായമൊക്കെ ബന്ധുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഊഹക്കച്ചവടം നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞൊന്നും വരില്ല. കൈവശ ഭൂമി നഷ്ടപ്പെടാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ശുക്ര ചന്ദ്ര പരിപ്രവർത്തനം മൂലം തൊഴിൽ രംഗത്ത് ഉന്നത നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് കാണുന്നത്. ബാധ്യത വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം മാറി നിൽക്കുന്നത് ഗുണകരമായിരിക്കും. കഴിയാവുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിലൊക്കെ ഈ 2 മാസങ്ങളിൽ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നത് ഗുണകരമല്ല. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു ദോഷം മാറിക്കിട്ടുന്നതാണ്. ശരീരസുഖം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെ കഴിയാവുന്ന ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക. ഈശ്വര ചിന്ത കൂടുതലായിട്ടുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ അശ്രദ്ധ മൂലം ആരോഗ്യ പ്രശ്നമൊക്കെ ഈ മാസാവസാനം ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യ ചിന്ത അല്ലെങ്കിൽ രോഗാവസ്ഥ മനസ്സിനെ സങ്കടത്തിന് ഇടയാക്കുന്ന അല്ലെങ്കിൽ മനോവിഷമത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. ഉറ്റ സുഹൃത്തുക്കളൊക്കെ ചതിയിൽപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുള്ളതുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള പണമിടപാടുകളിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ബോണ്ടിലൊന്നും ഒപ്പിട്ട് കൊടുക്കരുത്. അതുപോലെ ചെക്കിലൊന്നും ഒപ്പിട്ട് കൊടുക്കരുത്. പുതിയ സംരംഭങ്ങളുമായിട്ടൊക്കെ പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ ആയിട്ടൊക്കെ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ യഥേഷ്ടം അത് അതിൻ്റെ നിയമാവലിയൊക്കെ വായിച്ച് നോക്കുക. കഴിയാവുന്നത് ഒഴിവാകാൻ ശ്രമിക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവർ ചതിയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആകത്തില്ല ചെയ്യുന്നത്, പക്ഷെ നമുക്കതൊരു ചതിയായി മാറുന്നതാണ്. ബുധ ശുക്ര യോഗത്താൽ ശത്രുക്കളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നൊരു സമയമാണ് ഈ 2 മാസം. അപ്പോൾ പൊതുവെ ഗുണദോഷഫലങ്ങളിൽ ധനപരമായിട്ട് കുറച്ച് ദോഷഫലങ്ങൾ കാണുന്നതൊഴിച്ചാൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. നിങ്ങളുടെ ബുദ്ധി ഉണർന്നിരിക്കേണ്ട സമയമാണ്. ചതിക്കുഴികളിൽ നിന്നൊക്കെ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്വന്തം തലച്ചോറ് വർക്ക് ചെയ്യിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അല്ലായെങ്കിൽ ധനപരമായി ഇത്ര നാൾ നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിയും സാമർഥ്യമൊക്കെ ഭഗവാൻ തരട്ടെ. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിലോ ബുധനാഴ്ചകളിലോ ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. അതോടൊപ്പം തന്നെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമങ്ങൾ ചൊല്ലുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഭഗവാന്റെ ചരണങ്ങൾ അഭയം പ്രാപിച്ച് സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ചാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റ് മാസങ്ങളിലെ വീഡിയോയും മറ്റ് നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.